കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇലക്ട്രിക് ട്രാൻസ്ഫർ DCOS 184 എന്നുള്ള ഒരു സബ്ജക്റ്റിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ് ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഈ പേപ്പറിനകത്ത് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ ഈ പേപ്പർ DCOS 184 ഇ-കൊമേഴ്സ് എന്നുള്ള പേപ്പറാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും നമുക്ക് എക്സാം വരിക, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന ഇ-കൊമേഴ്സിന്റെ എക്സാമിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഏരിയ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സിലബസ് മാപ്പിംഗിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് സിലബസ് എല്ലാം നോക്കി നമ്മുടെ ബ്ലോക്ക് വൈസും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും എക്സാം റെലവൻസോടും കൂടി തന്നെ എല്ലാ പ്രയോറിറ്റിയും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് ഇൻഫ്ലുവൻസും പാറ്റേൺ എല്ലാം നോക്കി ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിന്റെ സ്റ്റെപ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രോബിലിറ്റിയും അതുപോലെ തന്നെ പ്രഡിക്ഷനും രണ്ടും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് ഓരോ ക്വസ്റ്റ്യൻ വരാനെന്നും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് മാത്രമായിട്ട്, ലേൺവൈസിന്റെ ലേണേഴ്സിന് മാത്രമായിട്ട് നമ്മൾ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ മെത്തഡോളജി കോളത്തിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഏതൊക്കെയാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി സിലബസ് മാപ്പിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഗ്രൂപ്പ് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെലവൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഹൈ, മീഡിയം, ലോ എന്നീ 3 കാറ്റഗറിയിലായിരിക്കും നമ്മൾ അതിന്റെ റെലവൻസ് പറയുന്നുണ്ടാവുക. അപ്പൊ ഹൈ എന്ന് പറയുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും നമ്മൾ ഹൈ റെലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മീഡിയം വരുന്ന സമയത്ത് 5 to 9 ആണ് ആ മീഡിയം കൊടുത്തിട്ടുള്ളത്. ലോ എന്ന് പറയുന്ന സമയത്ത് ബിലോ 5 ആണെങ്കിലാണ് നമ്മൾ ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഇവിടെ എക്സാം റെലവൻസ് പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. നമുക്കൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിലോട്ട് തന്നെ പോവാം. ഓരോന്നിനകത്തും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ചോദിച്ച് കാണുന്ന, റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് അതിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 12 ടൈംസിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് ഹൈ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് ബിസിനസ് മോഡൽസ് ആൻഡ് എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അത് 9 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റ് 3 പോകുന്ന സമയത്ത് വെബ്സൈറ്റ് ഡിസൈൻ ആൻഡ് SDLC ഉണ്ട്. അത് ഒരു 8 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റ് 4 ഗവേണൻസ് ആൻഡ് ഗാർഡനേഴ്സ് മോഡൽസ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് 11 ടൈംസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹയർ റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം എന്നുള്ള ബ്ലോക്കിൽ നിന്ന് 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പേയ്മെന്റ് ആൻഡ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്
13 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി യൂണിറ്റ് 6 പോകുന്ന സമയത്ത് ഈ ബാങ്കിങ്ങും NEFT, RTGS, IMPS എന്ന് പറയുന്ന ഒരു ടോപ്പിക് 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയ ആണ് ഇതിന്റെ റെലവൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് എന്നുള്ള ബ്ലോക്കിൽ 7th യൂണിറ്റ് എന്നുള്ള HTTP വേഴ്സസ് HTTPS എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ തന്നെ ചെറിയൊരു ചേഞ്ച് ആണ്. അത് നമ്മൾ ടേബിളൊക്കെ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൈ റെലവൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റ് 8 നിന്നുള്ള ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസും അതിന്റെ അത് 6 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ ആണ് അതിന്റെ റെലവൻസ് വരുന്നത്. ഈ 9th യൂണിറ്റ് എന്നുള്ള വെബ് സെർവർ, ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് എന്നുള്ള ഒരു ടോപ്പിക് 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് ലോ ആയിട്ടാണ് വരുന്നത്. കാരണം ബിലോ 5 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 10 നിന്നുള്ള സൈബർ സെക്യൂരിറ്റി ബേസിക്സ് ആൻഡ് ഇമ്പാക്ട് എന്നുള്ള ഒരു ടോപ്പിക് 12 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെലവൻസ് ഹൈ ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റ് 11 എന്നുള്ള സൈബർ ക്രൈംസ്, ഫോറൻസിക് സെക്യൂരിറ്റി മെഷേഴ്സ് എന്നുള്ളൊരു ടോപ്പിക് 10 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് തന്നെ ഹൈ ആയിട്ടാണ് വരുന്നത്. ഈ യൂണിറ്റ് 12 എന്നുള്ള IT ആക്ട് 2000ഉം അതുപോലെ തന്നെ IT ആക്ട് 2008ഉം രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താന്നുള്ളൊരു ടോപ്പിക് 11 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രയോറിറ്റി തന്നെ ഹൈ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 30 നിന്ന് ഈ ടെയിലിംഗ് അതുപോലെ തന്നെ അതിന്റെ മോഡൽസും 7 C's ചോദിച്ചിട്ടുണ്ട്. 9 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ റെലവൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 14 പോകുന്ന സമയത്ത് ഈ സർവീസസ് അതിനകത്ത് ഫിൻടെക്, ഈ പബ്ലിഷിംഗ്, ഈ ലേണിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം. അത് 7 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മീഡിയ റെലവൻസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 15 എന്നുള്ള ബേസ്ഡ് കൊമേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക് 6 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചോദിച്ചതിനനുസരിച്ചുള്ള ഒരു റെലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ അതിൽ Y ആക്സിസിൽ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാക്ടിനകത്ത് എത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയ ലൈൻ പോയിട്ടുള്ളത് എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാർ പോയിട്ടുള്ളത് എവിടെയാണ്. ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്നുള്ള ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു 40 അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു 4 സൈക്കിൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പിന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 30 above 35 അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്, അതാണ് ആ ഒരു ബാറ് കാണിക്കുന്നത്. ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻ ആണ് വന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ബാർ ചാർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആ നോക്കിയിട്ടുള്ളത് തന്നെ ബ്ലോക്ക് വൈസും അതുപോലെ തന്നെ യൂണിറ്റ് വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എത്രത്തോളം ചോദിച്ചു എന്നുള്ളത് ഒന്ന് പ്രൊജക്ട് ചെയ്ത് തന്നതാണ്. ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഡാർക്കനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് റിപ്പീറ്റഡ്ലി കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ ഹൈ ഈൽഡ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ ഈ പേയ്മെന്റ് സിസ്റ്റം യൂണിറ്റ് 5 നിന്നുള്ള ഈ പേയ്മെന്റ് സിസ്റ്റം ആണ്. അത് കറക്റ്റ് ഈ ഒരു 13 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് ആണ്. യൂണിറ്റ് 10നും 12നും നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും തന്നെ നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനും തന്നെ ആൻസർ ചെയ്തിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇ-കൊമേഴ്സ് ടൈപ്സ് ആൻഡ് മോഡൽസ് യൂണിറ്റ് 1 എന്നും യൂണിറ്റ് 2 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് തന്നെ മാക്സിമം പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഇതിന്റെ ഓരോന്നിന്റെയും ടൈപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത് എന്നും. അപ്പൊ നോർമലി നമുക്ക് വരാറുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് വരാറുണ്ട്, ഷോർട്ട് നോട്ട്സ് വരാറുണ്ട്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കമന്റ്സ് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത് നോർമലി 10-20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 300 വേർഡ്സ് 500 വേർഡ്സ് എങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഈ ഷോർട്ട് നോട്ട് ആണ് ചോദിച്ചെങ്കിൽ ഒരു 5 to 10 മാർക്സിനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 150 വേർഡ്സ് 250 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ
മിക്കവാറും ഒരു 5 മാർക്സിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 100 to 150 വേർഡ്സ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കമന്റ്സോ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അതും തന്നെ ഒരു 5 to 10 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ 100 to 200 വേർഡ്സ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ എസ്സേ കുറിച്ച് വരുമ്പോൾ എത്രത്തോളം എഴുതണം നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ടേബിൾ കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ എക്സ്പ്ലനേഷൻ മോഡൽ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് എങ്കിൽ ഒരു 300 to 500 വേർഡ്സ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ട് നോട്ട് ആണെങ്കിൽ 150 to 250 വേർഡ്സ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 50 ഇംഗ്ലീഷ് ആണെങ്കിൽ 100 to 150 വേർഡ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കമന്റ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 100 to 200 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ December 21 to December 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ നിന്ന് December 2021 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. December 22 വന്നപ്പോൾ 25 മാർക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലോക്കിൽ നിന്ന് 23 ജൂൺ വന്നപ്പോൾ 25 മാർക്സിന് ചോദിച്ചു. ജൂൺ 24 വന്ന സമയത്ത് 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. December 24 വന്നപ്പോൾ 25 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ആവറേജ് മാർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 23 മാർക്സിനാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ആവറേജ് 23 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണുന്നത്. ദാറ്റ് മീൻസ് 23% ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിന്നാണ്. നെക്സ്റ്റ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് December 21 20 മാർക്സിനാണ് ചോദിച്ചത് എങ്കിൽ അത് 20, 15, 20 പിന്നെ 15, 18 വരെ കുറഞ്ഞു കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ആവറേജ് നോക്കുന്ന സമയത്ത് ഒരു 18 മാർക്സ് ആണ് നമുക്ക് ആവറേജ് എടുക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ 18% നമുക്ക് ഇതിനകത്ത് നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാൻ ഈ പേയ്മെന്റ് സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് ആദ്യം 20 മാർക്സിനായിരുന്നു, പിന്നെ 15 ആയി, പിന്നെയും 20 ആയി, പിന്നെ 20 ആയി. അപ്പൊ ആ ഒരു മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് മാർക്ക് നമുക്ക് 18 ആണ് വരുന്നത്. അപ്പൊ 18% നമുക്ക് ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് എന്നുള്ളത് ബ്ലോക്കിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ 20, 25, 25, 20, 25 എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് 23 ആണ് കിട്ടുന്നത്. 23% ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരുന്നത്? സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് എന്നാണ് നമുക്ക് ചോദിച്ച് കാണുന്നത്. ഇനി ലാസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ആദ്യം 20 മാർക്സിനായിരുന്നു, പിന്നെ 15 ആയി, പിന്നെ 20, 15, 8 എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവറേജ് എടുക്കുന്ന സമയത്ത് 18% ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്സ് ആണ് ആവറേജ് ഈ ബ്ലോക്കിൽ നിന്ന് ചോദിച്ച് കാണുന്നത്. ഓക്കെ, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചോദിച്ചു കാണുന്ന ടൈപ്പ് ഷോർട്ട് ആൻസർ എത്രത്തോളം കേൾക്കുന്നത്, പിന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരുന്നുണ്ട്, അതുപോലെ തന്നെ ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് പറയുന്നത്. നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നത് വെച്ചാൽ ഒരു 50% വരെ ഏത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. December 24 ക്വസ്റ്റ്യൻ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് സംഭവം കേട്ടോ. ഇനി ഷോർട്ട് നോട്ട് ആണെങ്കിൽ 25 ഉണ്ടത് ഉണ്ടായിരുന്നത് ഇപ്പൊ ചെറുതായിട്ട് കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15%-ലോട്ടൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്.
എന്നാൽ എത്തിയ ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതലായിട്ടാണ് നമുക്ക് കാണുന്നത്. ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വലുതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് വലിയ ചേഞ്ച് വരുന്നത് സ്റ്റേബിൾ ഫോമാറ്റിൽ തന്നെയാണ് പോകുന്നത്. 25% എപ്പോഴും വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു തന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ ടിപ്സ് ആണ് പറയുന്നത്. ഏത് രൂപത്തിൽ എക്സാം എഴുതിയാലാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 3 മണിക്കൂറായിരിക്കും നമുക്ക് ടൈം ഉണ്ടാവുക. 100 മണിക്കൂറിനകത്ത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു 90 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 40 to 50 മാർക്സിനൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ 90 മിനിറ്റ്സിനകം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു എസ് സി ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 30 മിനിറ്റ്സിനകം തന്നെ ഒരു ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ അത് ഒരു 20-25 മാർക്സിലേക്കും ചോദിക്കുന്നുണ്ടാവാം. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരെണ്ണം എഴുതാനാണെങ്കിൽ 10 മാർക്സ് ആണെങ്കിൽ മാക്സിമം 20 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ആകെ 30 മിനിറ്റ്സ് ആയിരിക്കും അപ്പൊ 30 മിനിറ്റ്സിനകം തന്നെ നമുക്ക് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഒരു 20-25 മാർക്സ് ഒക്കെ ആയിരിക്കും ടോട്ടൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു 30 മിനിറ്റ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ രൂപത്തിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഓൺ ടൈമിൽ തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും ഏതൊക്കെയാണുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് റിപ്പീറ്റഡ്ലി വരുന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ്. 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടുള്ളത്. നെക്സ്റ്റ് ഡിഫൈൻ ഇ പേയ്മെന്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഫ്രം കൺവെൻഷണൽ പേയ്മെന്റ്. ഈ പേയ്മെന്റ് എന്താണെന്ന് പറയണം. ഈ പേയ്മെന്റ് കൺവെൻഷണൽ പേയ്മെന്റ് നമ്മുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് 5 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ HTP ആൻഡ് HTPS. HTP STPS തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി, ഡിസ്കസ് ഇൻ ടൈപ്സ് ആൻഡ് ഇമ്പാക്ട്സ്. സൈബർ സെക്യൂരിറ്റി എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് എടുത്തോളം അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിലായിട്ട് തന്നെ കൊടുത്തേക്കുക. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ IT Act 2000 ആൻഡ് ഇറ്റ്സ് അമെൻമെന്റ് ഇൻ 2008. 2000 അതുപോലെ 2008 അമെൻമെന്റ് ആക്ട് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് എഴുതി കൊടുക്കുക. 4 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡീറ്റെയിലിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. 4 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ NEFT, RTGS ആൻഡ് IMPS. ഇത് NEFT എന്താണ്, RTGS ആണ്, അതുപോലെ തന്നെ IMPS എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും തന്നെ നമുക്ക് ഏകദേശം ഒരു 4 ടൈംസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, അതുപോലെ തന്നെ ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണെന്ന് രണ്ടും നമ്മൾ ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. 4 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ആപ്പ് ഡെവലപ്മെന്റ്. ആപ്പ് ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഗാർട്ട്നേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ കൊമേഴ്സ്. ഗാർട്ട്നേഴ്സിന്റെ ഇവല്യൂഷൻ മോഡൽ, ഇ കൊമേഴ്സിന്റെ ഇവല്യൂഷൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ്ലി. അപ്പോൾ നന്നായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ പറയുന്നത്. ഓരോ ബ്ലോക്കൊന്നും അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എല്ലാത്തിനും ആവറേജ് മാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിന്റെ ടൈപ്സിന് നിന്ന് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വരുന്നത്. 5 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് ഒരു 15 മാർക്സ് ആണ് ചോദിച്ചു കാണുന്നത്. നെക്സ്റ്റ് ഡിഫൈൻ ഇ പേയ്മെന്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഫ്രം കൺവെൻഷണൽ പേയ്മെന്റ്. എന്താണ് ഈ പേയ്മെന്റ് എഴുതുന്നത്, അതുപോലെ തന്നെ കൺവെൻഷണൽ പേയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ചേർത്ത് എഴുതണം. രണ്ടാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്ക് വരുന്നത് 15 മാർക്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ HTP ആൻഡ് HTPS. HTP HTPS തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണം. അതുപോലെ തന്നെ ബ്ലോക്ക് 3 7 3 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതൊരു 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് മാർക്കായിട്ട് വരുന്നത് 10 മാർക്സ് ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി, ഡിസ്കസ് ഇറ്റ് ടൈപ്സ് ആൻഡ് ഇമ്പാക്ട്. സൈബർ സെക്യൂരിറ്റിന്റെ ടൈപ്പും ഇമ്പാക്റ്റും അത് എന്താണെന്നുള്ളതൊക്കെ എഴുതണം. ബ്ലോക്ക് 4 യൂണിറ്റ് 10 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ എന്റെ ഒരു ആവറേജ് മാർക്കായിട്ട് വരുന്നത് 15 മാർക്സ് ആണ്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ IT Act 2000 അമെൻമെന്റ് ഇൻ 2008. എന്താണ് IT Act 2000 എന്ന് വേണം. അതേപോലെ തന്നെ 2008 അമെൻമെന്റ് ആക്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സബ്സെക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 10 മാർക്സിനൊക്കെയാണ് ചോദിച്ചു കാണിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ ഡീറ്റെയിലിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. യൂണിറ്റ് 5 യൂണിറ്റ് 13 ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സിനാണ് ചോദിച്ചു കാണിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ NEFT, RTGS ആൻഡ് IMPS. എന്താണ് NEFT, എന്താണ് RTGS, എന്താണ് IMPS, മൂന്ന് ഡിസ്റ്റിങ്വിഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലോക്ക് 2 നിന്നുള്ള യൂണിറ്റ് 6 ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചു കാണിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഹൗ ഡു ദേ പ്രിഫർ ദ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ അതിനകത്ത് ഓക്കെ ആക്കുന്നത് എന്നുള്ളത് കൂടെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ആപ്പ് ഡെവലപ്മെന്റ്. ആപ്പ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 5 അതുപോലെ ബ്ലോക്ക് 5 യൂണിറ്റ് 15 ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ ഗാർണേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിന്റെ ഗാർണേഴ്സിന്റെ ഇവല്യൂഷൻ മോഡൽ പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 പറയുന്നത് 3 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിന് തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് അഡ്വൈസിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞുള്ള എക്സാം എഴുതുന്ന മുന്നോടിയായിട്ട് ഒരു തവണ ഒരു 5 മിനിറ്റ് നമ്മൾ ആദ്യം ചെയ്യുക, എന്തൊക്കെ എഴുതാം, എങ്ങനെ എഴുതണം എന്നൊന്ന് മൈൻഡിൽ തന്നെ നമ്മളൊന്ന് പ്ലാൻ സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതി തുടങ്ങുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് ആൻസർ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബാക്കി ഒരു 12-15 മിനിറ്റ് നമുക്ക് ആൻസർ ഫുള്ള് കവർ ചെയ്ത് പോയാലും പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് എഴുതുന്ന സമയത്ത് ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ കൊടുത്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്പ്ലനേഷൻ വേണ്ടതിന് എക്സാമ്പിളും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടുതൽ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് റെഗുലർ ആൻഡ് സെൽഫ് അസസ്മെന്റ് അണ്ടർ എക്സാം ടൈം ടേബിൾ. എക്സാം കണ്ടീഷൻസ്. എക്സാം കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നമ്മൾ സെൽഫ് നോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഏത് പാറ്റേൺ ആണോ കൂടുതൽ വർക്ക് ആവുന്നത് അതിനനുസരിച്ച് തന്നെ പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റും ഏകദേശം എത്ര പെർസെന്റേജിനാണ് വരുന്നത് എന്നുള്ളതാണ്. കളറിന് ഓരോന്നും ചെയ്യുമ്പോഴേക്കും കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നിനും എത്രത്തോളം ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ് പറയുന്നത് പ്രോബിലിറ്റി മെട്രിക്സ് ആണ്. നമുക്കൊരു പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട് ഓരോ ക്വസ്റ്റിനും അതിന്റെ പ്രഡിക്ഷൻ ആണ് നമ്മൾ പറയുന്നത് എത്രത്തോളം വരും എന്നുള്ളത്. ഫസ്റ്റ് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലുള്ള ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. അത് നോർമലി ഒരു 5 ടൈംസ് ചോദിച്ചു കണ്ടത് കൊണ്ട് തന്നെ അതിന്റെ പ്രോബിലിറ്റി പറയുന്നത് 100 ടൈംസ് അല്ലെങ്കിൽ 100% ചോദിക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അപ്പൊ എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് പറയുന്നത് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. യൂണിറ്റ് 5 നമുക്ക് ഇ പേയ്മെന്റ് സിസ്റ്റം വരുന്നത്. അപ്പൊ ഇ പേയ്മെന്റ് സിസ്റ്റം ആണ് നമുക്ക് ടോപ്പിക് ആയിട്ട് വരുന്നത്. അതൊരു 5 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തിനും തന്നെ 100% ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ കാറ്റഗറിയിലാണ് നമ്മളിത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. യൂണിറ്റ് 7 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ HTTP വേഴ്സസ് HTTPS ആണ്. ഫോമത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയാം 80%ഓളം ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് യൂണിറ്റ് 1 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൈബർ സെക്യൂരിറ്റി ആണ് അതിന്റെ
വരുന്നത് 5 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100% ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആണത്. ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇതും തന്നെ ഒരു 4 ടൈംസ് ഒരു ക്വസ്റ്റ്യൻ വന്ന് ഡീറ്റെയിലിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 4 ടൈംസ് ആണ് ചോദിച്ചത്. യൂണിറ്റ് 1 എന്നുള്ളതാണ്. യൂണിറ്റ് 1 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 80% പ്രോബിലിറ്റി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ കാറ്റഗറിയിലാണ് ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് എന്നുള്ളത് ഹയർ റെലവൻസ് തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നന്നായിട്ട് തന്നെ പഠിച്ചു പോയി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇ പേയ്മെന്റ് സിസ്റ്റം അതിന്റെ ഇ പേയ്മെന്റ് സിസ്റ്റം തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതായത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് എഴുതാനും പറ്റുന്നതിനാൽ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക കേട്ടോ. പിന്നെ HTP ആൻഡ് HTPS തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇതും തന്നെ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇറ്റെയിലിംഗ്. അതും തന്നെ ഹൈ റെലവൻസോടുകൂടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു 7th എടുക്കുന്ന സമയത്ത് 1 ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇറ്റെയിലിംഗിൽ 4 ടൈംസ് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. വരുന്ന സമയത്ത് നമുക്ക് ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിനകത്ത് ഇ കൊമേഴ്സിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ സൈബർ സെക്യൂരിറ്റി ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലാഷ് കാർഡോ ആൻഡ് മൈൻഡ് മാപ്പ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റെഗുലർ ടൈമിൽ തന്നെ നമുക്കത് ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. HTP, HTPS, പേയ്മെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെച്ചേക്കുക. പിന്നെ മീഡിയം പ്രയോറിറ്റി ഉള്ളതാണ്. ഒരു കമ്പാരിറ്റീവ് ടേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഇ ഗവേണൻസിന്റെ മോഡലൊക്കെ ഉള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് ഓവർവ്യൂ, റീഡിങ് ആൻഡ് ക്വിക്ക് റിവ്യൂസ് ഒക്കെ നമ്മളോട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിപ്പോ വിർച്വൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിന്റെ ഫ്രെയിം വർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇനി നമ്മളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാം നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഏത് രൂപത്തിലാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ പേപ്പർ ഇ കൊമേഴ്സ് 100 മാർക്കിനാണ് ചോദ്യം വരാറുള്ളത്. 3 മണിക്കൂർ ടൈമാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് കിട്ടാറുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇ കൊമേഴ്സ്? Illustrate the difference between B2B, B2C and C2C models by presenting a hypothetical scenario involving a future manufacturing business. Clearly explain advantages and challenges in each case. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇ കൊമേഴ്സ് എന്താന്ന് വേണം, അതേപോലെ തന്നെ B2B, B2C അതുപോലെ C2C ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതണം. അതേപോലെ തന്നെ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എക്സാമ്പിളോട് കൂടി തന്നെ ഇത് ആൻസർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ആൻഡ്രോയിലേക്കും ചാലഞ്ചസും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ വേണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 20 മാർക്സിനാണ്. 2 ക്വസ്റ്റ്യൻ 10 മാർക്സ് വീതമാണ് 20 മാർക്ക് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫൈൻ ഇ പേയ്മെന്റ്. നെക്സ്റ്റ് യു എക്സ്പ്ലെയിൻ ക്ലിയർലി വിത്ത് എ ഡയഗ്രാം ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് എ ടിക്കിൾ ഇ പേയ്മെന്റ് ഗേറ്റ്വേ ട്രാൻസാക്ഷൻ. പേയ്മെന്റ് ഗേറ്റ്വേ ട്രാൻസാക്ഷന്റെ ഒരു പ്രോസസ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഐഡന്റിഫൈ 3 മേജർ സെക്യൂരിറ്റി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇ പേയ്മെന്റ് ആൻഡ് പ്രപ്പോസ് സൊല്യൂഷൻ മിറ്റിഗേറ്റ് ദീസ് റിസ്ക്. ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണെന്നും കൂടെ നമ്മളത് കാണിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എനി 4 ഓഫ് ദ ഫോളോയിങ്. നമുക്ക് 5 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം നമ്മളോട് ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് HTP വേഴ്സസ് HTPS ഹൈപ്പർടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, പിന്നെ ഒന്ന് ഹൈപ്പർടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അപ്പൊ അത് രണ്ടും തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് വേണം. അതുപോലെ ആപ്പ് ബേസ്ഡ് ബിസിനസ്സും വെബ് ബേസ്ഡ് ബിസിനസ്സും തമ്മിലെ ഡിഫറൻസ്, ഡിജിറ്റൽ സിഗ്നേച്ചറും ഇലക്ട്രോണിക് സിഗ്നേച്ചറും തമ്മിലെ ഡിഫറൻസ്, അല്ലെങ്കിൽ വിർച്വൽ കറൻസി ക്രിപ്റ്റോ കറൻസിയും തമ്മിലെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇ ഗവൺമെന്റ് ആൻഡ് ഇ കൊമേഴ്സ് ഇത് രണ്ടും തമ്മിലെ ഡിഫറൻസ്. ഏതെങ്കിലും ഒരു 2 എണ്ണം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഒരെണ്ണത്തിന് 5 മാർക്ക് വീതം 4 20 മാർക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി ഇൻ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് സൈബർ സെക്യൂരിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതണം. യൂസിങ് എ റീസെന്റ് കേസ് ഹൈപ്പോത്തറ്റിക്കൽ ഓർ റിയൽ, ഹൈലൈറ്റ് ഹൗ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇമ്പാക്ട് കസ്റ്റമർ ട്രസ്റ്റ്. ഇങ്ങനെ കസ്റ്റമർ ട്രസ്റ്റിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളതെന്ന് കൂടെ ചേർത്ത് വേണം എഴുതാനായിട്ട്.
അത് ക്വസ്റ്റ്യൻ രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് 12 മാർക്കും ഒന്ന് 8 മാർക്കും ആണ്. നെക്സ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സൈബർ ത്രെറ്റ്സ് കോമൺലി എൻകൗണ്ടർഡ് ഇൻ ഓൺലൈൻ ബിസിനസ്. ഓൺലൈൻ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈബർ ത്രെറ്റ്സ് ഏതൊക്കെ ടൈപ്സ് കാര്യങ്ങൾ ഉണ്ടെന്നും കൂടെ ഡിസ്കസ് ചെയ്യണം. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 10 എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് സമ്മറൈസ് കീ പ്രൊവിഷൻസ് ഓഫ് ദ IT Act 2000 highlighting recent amendments introduced in 2008. 2008 പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അമെന്റ്മെന്റുകൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ IT Act 2008 സമ്മറൈസ് ചെയ്തിട്ടുണ്ട് എഴുതണം കേട്ടോ. നെക്സ്റ്റ് അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഡിസ്കസ് റോൾ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 3 ക്വസ്റ്റ്യൻ വരുന്നത്. 1 8 മാർക്കിന് 2 6 മാർക്ക് വീതമാണ് 20 മാർക്ക് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഡിഫൈൻ ഇറ്റെയിലിംഗ്. ഇറ്റെയിലിംഗ് എന്താണെന്ന് പറയണം. എക്സ്പ്ലെയിൻ ക്ലിയർലി യൂസിങ് എക്സാമ്പിൾസ് ദ മേജർ മോഡൽസ് ഓഫ് ഇറ്റെയിലിംഗ് കറന്റ്ലി പ്രിവലന്റ് ഇൻ ഇന്ത്യ. ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇറ്റെയിലിംഗ് ഏതൊക്കെ മോഡൽ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ സഹിതം തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പ്രസന്റ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ 7 C's ഓഫ് റീറ്റെയിലിംഗ് മിക്സ്. 7 C's റീറ്റെയിലിംഗ് മിക്സിന്റെ 7 C's നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ കൂടി തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പറയുന്നത് വാട്ട് സ്പെസിഫിക് ചാലഞ്ചസ് ഡു റീറ്റെയിലേഴ്സ് ഫേസ് ഇൻ റൂറൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. റൂറൽ മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കേട്ടോ. ഇത് ബ്ലോക്ക് 5 യൂണിറ്റ് 30 എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 മാർക്സിൽ തന്നെയാണ്. ഫസ്റ്റ് വൺ ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഗാർണേഴ്സ് ഇവാലുവേഷൻ മോഡൽ പ്രൊവൈഡ്സ് എ ക്ലിയർ റോഡ് മാപ്പ് ഫോർ ദ പ്രോഗ്രാം ഫ്രം ട്രഡീഷണൽ ഗവൺമെന്റ്സ് ടു ഫുൾ ഇ ഗവേണൻസ്. നമ്മളോടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മൊബൈൽ ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് ഹാസ് significantly reshaped consumer engagement compared to traditional websites. ബ്ലോക്ക് 1 എന്നുള്ള യൂണിറ്റ് 4 5 അതുപോലെ തന്നെ യൂണിറ്റ് 15 കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. വന്നിട്ടുള്ള ഇതിനകത്ത് ഏതെങ്കിലും 4 ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റോൾ ഓഫ് ഫിൻടെക് ഇൻ മോഡേൺ ഫിനാൻഷ്യൽ സർവീസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ ഇ കൊമേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി മെഷേഴ്സ് എന്റർപ്രൈസ് ടേക്ക് സെക്യൂർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ ട്രാൻസാക്ഷൻ എടുക്കാൻ സെക്യൂർ ആണെന്നുള്ള രൂപത്തിലാണ് ചോദിക്കുന്നത്. അതും തന്നെ നമ്മൾ എക്സ്പ്ലനേഷനോട് കൂടി എഴുതുന്ന ബ്ലോക്ക് 1 2 3 കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഇത് ആൻസർ വരുന്നുണ്ടാകും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതും അതുപോലെ തന്നെ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.